നിങ്ങൾ ദൈവികമായ പദ്ധതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ പിശാച് തന്ത്രങ്ങൾ ഒരുക്കും. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്ന ദൂത്, നിങ്ങൾ ഏത് ഘട്ടത്തിലാണെങ്കിലും നിങ്ങളെ വിടുവിക്കുവാനും ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാനും ദൈവം മഹത്വമായി തീരുവാനും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിശാചിന്റെ ഒരു തന്ത്രങ്ങൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഗർഭപാത്രത്തിൽ വെച്ചാണെങ്കിലും, അവിടുന്ന് പുറത്തു വന്നിട്ടാണെങ്കിലും, ജീവിതത്തിന്റെ ആ ബാല്യകാലത്താണെങ്കിലും, ഇനി യൗവനകാലത്തോ മധ്യവയസ്കൻ സമയത്തോ അല്ലെങ്കിൽ വാർദ്ധക്യ സമയത്തോ ആണെങ്കിലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അത് ഭയങ്കര ശക്തമായ പദ്ധതികളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ഉള്ളവനെ ഒന്നുകിൽ അവൻ ജനിക്കാതിരിക്കാൻ പിശാച് നോക്കും. അത് തന്നെ ഒരു വലിയ തന്ത്രമായിരുന്നു, ജനിക്കാതെ വന്നു. പക്ഷെ ജനിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതം ഉണ്ടാകും. ശമൂവേൽ ജനിക്കാതെ എത്രയോ വർഷമാണ് ആ മാതാവ് പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി ശമൂവേൽ ജനിച്ചു. ഗർഭപാത്രത്തിൽ വെച്ച് പിശാച് പോരാടിയിട്ടുണ്ട്. എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ ദൈവത്തിന്റെ ഭക്തകളായ ആളുകളുണ്ടെന്നറിയാമോ? ഗർഭപാത്രത്തിൽ വെച്ച് പിണ്ഡാകാരമായിരുന്നപ്പോൾ. പക്ഷെ അവിടെയും ദൈവം സംരക്ഷിക്കുകയാണ്. ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങൾ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് ദാവീദ് പറയുന്നത്. ഗർഭപാത്രത്തിങ്കൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. ഇപ്പൊ ദാവീദിനെ ഗർഭപാത്രത്തിൽ വെച്ചാണ് ദൈവം വേർതിരിച്ചു വെച്ചത്. യിരെമ്യാവ് അവസ്ഥയിൽ ഉരുവാകുന്നതിന് മുമ്പേ, അവരുടെ അമ്മ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ യിരെമ്യാവിനെ കുറിച്ച് അറിഞ്ഞു. ദാവീദിനെ കുറിച്ച് പറയുന്നു, ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. പൗലോസിനെ കുറിച്ച് പറയുന്നു, പൗലോസ് പറയുന്നു, എങ്കിലും എൻ്റെ ജനനത്തിൽ എന്നെ വേർതിരിച്ച ദൈവം, ജനനത്തിലെ ദൈവം വേർതിരിക്കുക. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശുവിൻ്റെ ജനനത്തിന് ശേഷം ആ ജനനത്തിൽ തന്നെ ജനിച്ചു കഴിഞ്ഞുള്ള ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ അവനെ നശിപ്പിച്ച് കളയുവാൻ ഹേരോദാവ് അന്വേഷിക്കുകയാണ്. മോശയെക്കുറിച്ച് കാണുമ്പോൾ അവൻ്റെ ജനനത്തിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം അവനെ നശിപ്പിക്കുവാനായിട്ട് 2 വയസ്സിനിടയിൽ അവനെ കൊല്ലുവാനായിട്ട് ഹെരോദാവ് അന്വേഷിക്കുകയാണ്. യോസെഫിനെ നോക്കിക്കേ, ഭക്തനായി ജനിക്കുകയാണ്. പക്ഷേ അവന്റെ യൗവന പ്രായത്തിന്റെ ഇടയിൽ കൗമാരക്കാരനായിരിക്കുമ്പോൾ അവനെ തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ തകർത്ത് കളയുവാനും ഉടച്ചു കളയുവാനും പിശാച് പ്ലാൻ ചെയ്യുമെങ്കിലും ദൈവം നിങ്ങൾക്ക് നൽകിയ തലമുറകളെ ദൈവിക പദ്ധതിയിൽ സൂക്ഷിക്കും. ദൈവം ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തലമുറ നഷ്ടമാകുവാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാവിനോട് പറയാണ്, വലിയ പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ്. ആരൊക്കെ അവർ നിന്നോട് യുദ്ധം ചെയ്യും. ദൈവത്തിന്റെ പദ്ധതിയുള്ള ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവത്തിന്റെ മക്കൾക്കുമെതിരെ ശത്രു യുദ്ധം ഒരുക്കുവാനായി പല ആളുകളെ ഉപയോഗിക്കും യുദ്ധം ചെയ്യാനായിട്ട്. പക്ഷേ അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനുമെന്ന് യഹോവയുടെ അരുളപ്പാടെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പല മേഖലകളിൽ നിന്ന് കടന്നു വരുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നിങ്ങളെ ഉറപ്പിക്കാതെ വണ്ണം ഓടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, നിരാശപ്പെടുത്തുവാൻ പോരാടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവർ ജയിക്കാതെ വേണം യുദ്ധം ചെയ്യുമെങ്കിലും അവർ നിന്നെ ജയിക്കുകയില്ല. നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും യഹോവയായ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാടെന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പിശാച് ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ് നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ മുന്നേറ്റത്തിനെതിരെ, നമ്മുടെ നന്മകൾക്കെതിരെ. പക്ഷേ കർത്താവ് പറയുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ മക്കൾക്കെതിരെ ആരൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ നോക്കിയാലും അത് ഫലിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ.
പൗലോസിനെ കൊന്നുകളയുവാനും ചീന്തിക്കളയുവാനും ഒക്കെ എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ വിടുവിച്ചു. ദൈവികമായ ഓരോ പദ്ധതികളിൽ അവരെ കൊണ്ട് നിർത്തുവാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയുള്ളവരാ. നിങ്ങളുടെ നന്മയ്ക്കെതിരെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്കുള്ള നന്മ തന്നിരിക്കും. ഈ റോമാലേഖനം 8:28 എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ കയറി വരും, പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും ദൈവം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. കാരണം ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അത്രമാത്രം കരുതുന്നു. പിശാച് ഇടയ്ക്കെല്ലാം പോരാടി പിശാച് എവിടെയൊക്കെ പരാജയപ്പെടുത്താൻ നോക്കിയാലും ചിലപ്പോൾ ചില മേഖലയിൽ ചില പ്രശ്നങ്ങൾ അകപ്പെട്ടു പോയേക്കാം. പക്ഷേ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ പല്ലുകൾക്ക് നമ്മളെ ഇരയാക്കി കൊടുക്കുകയില്ല, ശത്രുവിന്റെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുകയില്ല. അതെ, ദൈവം നിങ്ങളുടെ തലമുറകളെ പിശാചിന്റെ കയ്യിൽ നിന്നും പിടിയിൽ നിന്നും അവൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. പക്ഷി കെണി പൊട്ടി പുറത്തു വന്നതുപോലെ ദൈവം നിങ്ങളുടെ തലമുറകളെ ചെറുതിനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. സിംഹത്തിന്റെ പല്ലുകൾക്ക് ഇരയായി കൊടുക്കാതെ ദൈവം നിങ്ങളെ അവന്റെ വായിൽ നിന്നും പുറത്തു കൊണ്ടുവരും. കർത്താവ് ഈ ദൂത് കൈമാറുന്ന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് വിരോധമായി വിഴുങ്ങിക്കളയുവാൻ പിശാച് നിൽക്കുമ്പോൾ അവന്റെ ഒരായുധവും ഫലിക്കാതെ വണ്ണം, ഒരു തന്ത്രവും ഫലിക്കാതെ വണ്ണം ദൈവം നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങൾ ദൈവത്തിന്റെ വിശേഷ പദ്ധതിയിലുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ഏതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുവാനായി പുറകെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക, കർത്താവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുക. കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരെ കർത്താവ് ഉയർത്തിയിരിക്കും. പ്രിയ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ അവിടെ നിറഞ്ഞതെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പിശാച് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ അനുവദിക്കാതെ ദൈവികമായ പദ്ധതി ഞങ്ങളെ നിവർത്തിച്ചു കൊണ്ടുവരുന്നതിനായി നന്ദി. ഈ വചനം കേൾക്കുന്നവർ ഓരോരുത്തരും ദൈവിക പദ്ധതിയിൽ നിറഞ്ഞു വരട്ടെ. കർത്താവേ, ഒരു ഘട്ടത്തിലും പിശാചിനാൽ അവർ പരാജയപ്പെടുവാനിടയാകാം. ദൈവിക ജയമുള്ളവരായി മുൻപോട്ട് പോകട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, തലമുറകളുടെ വിഷയത്തിന്റെ മേൽ, അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിന്റെ മേലൊക്കെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കാണട്ടെ. ശത്രുവിന്റെ സകല തന്ത്രങ്ങളും തകർന്നു പോകട്ടെ. ആമേൻ. ഏതൊക്കെ പ്രതിസന്ധി ഇതിനിടയിൽ കയറി വന്നാൽ അതൊക്കെ നന്മയായി മാറട്ടെ. അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവിക പദ്ധതിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സകലതും ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. സന്ദേശം കുറെ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.